ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ദേവമംഗലത്ത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആകാശിന് ബാലൻ ഒരവസരം കൂടി കൊടുക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി നീ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ദയ ഞാൻ നിന്നോട് കാണിക്കത്തില്ല എന്ന് തീർത്തും പറയാണ് കേട്ടോ. എന്തായാലും അതോടുകൂടി മീനുവിന് ആശ്വാസവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ദേവി ഗർഭിണിയായതിനു ശേഷം ഉദയഭാനുവും ശ്രീകലയും ഇതുവരെ ദേവമംഗലത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. വെറുതെ അല്ല, 1 കിലോ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും പച്ചക്കറിയും ഒത്തിരി ഔഷധ സസ്യങ്ങളും ഒക്കെയാണ് ഉദയഭാനുവും ശ്രീകലയും ദേവമംഗലത്തിന്റെ പടി കയറുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പം എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ഇത്രയധികം സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല ചോദിക്കും, അതെന്തൊരു ചോദ്യ ഗോമതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഈ ആ സമയത്തല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഞങ്ങളുടെയും കൂടി അവകാശമല്ലേ, അതുകൊണ്ടാണ് വാങ്ങിയത്. ഇതൊക്കെ പ്രത്യേക തരം സാധനങ്ങളാണ്, ഇവിടെ ഒന്നും കിട്ടുന്നതല്ല. ഈ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വരുത്തിച്ച് ദേവിമോക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാ. ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലാതെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളിലൊക്കെ ശരിക്കും വിഷാംശം കാണും, അതൊക്കെ കഴിച്ചാൽ കുഞ്ഞിനെ അത് ബാധിക്കും എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ഇവരുടെ ഈ പൊങ്ങച്ച വർത്താനമൊക്കെ കേൾക്കുമ്പോൾ മീനുവിനും മിത്രയ്ക്കൊക്കെ ചിരിയും വരുന്നുണ്ട്. അവർ മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ സുകന്യ അങ്ങോട്ട് വരികയാണ്. ആഹാ, സുകന്യ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ അപ്പോൾ ഉദയഭാനു ചോദിക്കും. അപ്പം ഗോമതി പറയും, സുകന്യ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് ദേവിയുടെ അച്ഛനും അമ്മയും, ഉദയഭാനു സാറും ശ്രീകലയും എന്നൊക്കെ പറയണേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യ ചോദിക്കും, ഉദയഭാനു സാറോ എന്ന് ഗോമതിയോട് ചോദിക്കും. അപ്പോൾ ഉദയഭാനു തന്നെ പറയും, ഞാൻ വെറും ഒരു മനുഷ്യനല്ല, എനിക്ക് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഈ കുടുംബമൊക്കെ ആയിട്ട് ഞാനൊരു വിവാഹബന്ധം നോക്കിയത് പോലും ബാലനെ കണ്ടിട്ട. എൻ്റെ സ്റ്റാറ്റസിനെ പറ്റിയൊരു ഫാമിലിയേ അല്ല, എങ്കിൽ പോലും ഇവിടുത്തെ കുടുംബം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇവിടെ ഉള്ളവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ മോളെ ഈ കുടുംബത്തിൽ ജീവിച്ചാൽ മതി എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്നൊക്കെ ഉദയഭാനു പറയും. അപ്പം പെട്ടെന്ന് സുകന്യ ചോദിക്കും, ഓ, ദേവിയുടെ അച്ഛൻ ഇത്രയ്ക്ക് വലിയ ആളായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയേ. അപ്പം ശ്രീകല പറയും, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഒരുപാട് ബിസിനസ്സുകളും തോട്ടങ്ങളും ഒക്കെ ഉള്ളവരാ എന്ന് പറയും കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ദേവി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. ഈ അച്ഛനും അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്നുള്ള രീതിയിൽ ദേവി നിൽക്കുകയാണ്. ഉദയഭാനും പറയും, സുകന്യ പുതിയതായതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാത്തത്, ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്നേ. പക്ഷേ ഇത്രയധികം ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് ജീവിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ മകളും അതുപോലെ തന്മയത്വത്തോടെ ജീവിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇവിടുത്തെ മരുമോളാക്കി മാറ്റിയത് എന്നൊക്കെ നമ്മുടെ ഉദയഭാനു പറയും കേട്ടോ. അതൊക്കെ കേൾക്കുമ്പം സുകന്യക്കാണെങ്കിൽ നല്ല പൊങ്ങച്ചം പറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓ, ദേവിയുടെ അച്ഛൻ ഇത്രയ്ക്ക് വലിയ ആളായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഈ ഉദയഭാനു സാർ എന്നൊക്കെ ഇവിടുത്തെ ഗോമതിയും ബാലനും എന്നോടുള്ള ബഹുമാനം കൊണ്ട് വിളിക്കുന്നതാ. അങ്ങനെ വിളിക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാനും ഇവരെ പോലെ ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച് വളർന്ന ആളാ, എനിക്കങ്ങനെ ജീവിക്കാനുമാണ് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനൊരു കോടീശ്വരനായി പോയി എന്നൊക്കെ ഉദയഭാനു ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പം പെട്ടെന്ന് അവിടെ കുറേ സസ്യങ്ങൾ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ സുകന്യ ചോദിക്കും, ഇതെന്താ ഇത്രയധികം കാടും പള്ളയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അയ്യോ മോളെ, ഇത് കാടും പള്ളയൊന്നുമല്ല, ഇതെല്ലാം പ്രത്യേകതരം ഔഷധ സസ്യങ്ങളാ, ഇതൊന്നും ഇവിടെ കിട്ടില്ല, ഭയങ്കര വിലയുള്ള സസ്യങ്ങളാ, 10,000-10,000 രൂപ കൊടുത്ത് ഞങ്ങൾ മേടിച്ചോണ്ട് വന്നതാ എന്ന് ചോദിക്കും. അപ്പോൾ സുകന്യ ചോദിക്കും, അയ്യേ, ഈ കാട്ടുപള്ളയ്ക്ക് 10,000 രൂപയോ എന്ന് ചോദിക്കും. അയ്യോ, ഇത് കാട്ടുപള്ളയല്ല, ഇതൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളാ, ഈ സമയത്ത് ഇതൊക്കെ ഇട്ട് ദേവിമോള് വെള്ളം തിളപ്പിച്ച് കുളിക്കണം, അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാ, അതുമാത്രമല്ല അസുഖങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല എന്ന് പറയും. ഓ, ഇത്രയും വലിയ ആളായിട്ട് പോലും നിങ്ങൾ ഈ വക അന്ധവിശ്വാസത്തിലൊക്കെ വിശ്വസിക്കുകയാണോ? ഈ കണ്ട കാട്ടുവള്ളയും ചെടിയൊക്കെ ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ വല്ല ചൊറിച്ചിലും ഉണ്ടാകും എന്ന് പറയുക. അയ്യോ മോളെ, ഇത് അങ്ങനെയൊന്നുമല്ല, ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടാകും, അതുപോലെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല എന്ന് ശ്രീകല പറയൂ കേട്ടോ. നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാം. അല്ല, ദേവി ഇപ്പം ഗർഭിണി ആയെന്ന് അറിഞ്ഞിട്ട് അധികം ആയിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇത്രയധികം ശ്രദ്ധ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ചോദിക്കേ. അപ്പോൾ ഉദയഭാനു ചോദിക്കും, അതെന്ത് സംസാര സുകന്യ പറയുന്നത്? ഞങ്ങളുടെ മോള് ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ കാര്യം തന്നെയല്ലേ, അവളെ നന്നായിട്ട് നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ എന്ന് പറയാം.
അല്ല മോളിനി ഗർഭിണിയായി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും മോളുടെ വീട്ടുകാരും ഇവിടെ ഉള്ളവരും എല്ലാം നോക്കുന്നത് എന്ന് ശ്രീകല പെട്ടെന്ന് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുകന്യക്കങ്ങ് ദേഷ്യം വരിക. ഞാനോ ഗർഭിണിയോ ഇപ്പോഴോ അതൊന്നും എന്തായാലും ഉടനെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയാം. നിങ്ങളൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ട്. എന്തായാലും ദേവിയുടെ അച്ഛനും അമ്മയും ഇത്രയ്ക്ക് വലിയ ആളായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത്രയും വലിയ കാശുകാരുമാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഇത്രയും വലിയ വീട്ടിൽ ജീവിച്ച ദേവിയാണോ ഈ വീട്ടിൽ വന്ന് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇവിടെ ഒരു AC പോലും ഇല്ലല്ലോ. ദേവി കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഈ കുടുംബത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് ഗോമതി സുകന്യ എന്നും പറഞ്ഞ് വിളിക്കും. അല്ല ഗോമതി ചേച്ചി, ഞാൻ കാര്യം ചോദിച്ചതല്ലേ, അതിന് ഗോമതി ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് ധർമ്മനും അങ്ങോട്ട് വരെ. ധർമ്മൻ സുകന്യയും പിടിച്ചോണ്ട് പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഉദയഭാനുവിനും അതുപോലെ ശ്രീകലയ്ക്കും സുകന്യ അത്ര പാവമൊന്നും അല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ശ്രീകല ചോദിക്കുന്നുണ്ട്, ഗോമതി ഇപ്പോൾ വന്നിരിക്കുന്ന ധർമ്മൻ്റെ ഭാര്യ അത്ര പാവമൊന്നും അല്ല അല്ലേ, കണ്ടിട്ട് ആളത്ര നല്ലതായിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോമതി പറയും, അത്ര പ്രശ്നക്കാരിയൊന്നുമല്ല, മനസ്സിൽ എന്ത് തോന്നിയാലും അതൊക്കെ അപ്പം വിളിച്ചു കൂവി ചോദിക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഉദയഭാനും പറയും, എല്ലാ പെൺകുട്ടികളും എൻ്റെ മോള് ദേവിയെ പോലെ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സുകന്യയുടെ സ്വഭാവം കണ്ടിട്ട് ഈ കുടുംബമായിട്ട് ഒത്തുപോകണമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഗോമതി പെട്ടെന്ന് പറയും, ദേവി മാത്രമല്ല മിത്രയും മീനാക്ഷിയും ഒക്കെ ഈ കുടുംബത്തോടെ ആണെങ്കിൽ തന്നെ ജീവിക്കുന്നത് എന്ന് പറയേ. അപ്പോൾ ശ്രീകല പറയും, അതെ അത് ഞങ്ങൾക്കും അറിയാലോ, പക്ഷേ ഇവരുടെ ഒന്നും സ്വഭാവത്തിൽപ്പെട്ട ഗണത്തിൽപ്പെട്ട ആളല്ലെന്ന് തോന്നുന്നു സുകന്യ എന്ന് പറയും. എന്തായാലും ധർമ്മൻ്റെ ജീവിതമല്ലേ, നമ്മൾ അതും കൂടി നോക്കണമല്ലോ, അല്ലാതെ വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല, എല്ലാവരോടും തുറന്ന് സംസാരിക്കുമെന്നല്ലാതെ മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം സുകന്യക്കില്ല എന്ന് പറയാം. അപ്പോൾ ഉദയഭാനു ശ്രീകലയും കൂടി പറയും, അങ്ങനെയൊക്കെ ആയാൽ മതി, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഞങ്ങൾക്കുള്ളൂ എന്ന് ഉദയഭാനു ശ്രീകലയും കൂടി പറയൂ കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പം ദേവിക്കാണെങ്കിൽ ആകെ പുകഞ്ഞു നിൽക്കുക. കാരണം ദേവമംഗലത്തുള്ള മറ്റുള്ളവരെ പോലെ അല്ല സുകന്യ, എന്തെങ്കിലും സംശയം തോന്നിയാൽ എല്ലാം കണ്ടെത്തും, തൻ്റെ കള്ളക്കളികളെല്ലാം പുറത്താവും എന്ന് ദേവിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുള്ളെ നിൽക്കുന്ന പോലെ ഇത്തവണ അച്ഛനും അമ്മയും വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ദേവി നിൽക്കുന്നത് കേട്ടോ. അതേസമയം സുകന്യാണെങ്കിൽ ഓരോരോ പണികൾ വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ മിത്ര രാവിലെ ജോഗിങ്ങിന് പോണ കാര്യമൊക്കെ സുകന്യ കണ്ടുപിടിക്കും കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലും അവളുടെ ആ ജോഗിങ്ങിന് പോക്ക് ഒക്കെ മാറ്റണം. കാരണം മിത്രയാണല്ലോ സുകന്യയോട് എന്തെങ്കിലുമൊക്കെ എതിർത്ത് സംസാരിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ മിത്രയോട് നല്ല രീതിയിലുള്ള ദേഷ്യം സുകന്യയ്ക്കുണ്ട്. നിന്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരാടി എന്നൊക്കെ സുകന്യ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം മിത്ര ജോഗിങ്ങിന് പോകുന്ന ഷൂസുകളെല്ലാം നമ്മുടെ സുകന്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതെല്ലാം ഒരു കത്തി കൊണ്ട് മുറിച്ചു വെക്കും. പാവം നമ്മുടെ മിത്ര ജോഗിങ്ങിന് പോകാൻ വേണ്ടി ഷൂസ് നോക്കുമ്പോൾ എല്ലാം പോയി കിടക്കുകയാണ്. ഇത് കാണുമ്പം അവൾക്ക് ഒത്തിരി സങ്കടം വരികയാണ് കേട്ടോ. അത്ര ആശിച്ച് മോഹിച്ച് നമ്മുടെ ആര്യൻ മിത്രയ്ക്ക് മേടിച്ചു കൊടുത്ത ഷൂസുകളാണ് സുകന്യ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കീറിപ്പറിച്ച് കളഞ്ഞത്. അത് കാണുമ്പോൾ അവളുടെ ചങ്ക് തകരുക. അപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മീനും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പം മീന് കാര്യം തിരക്കും, നീ എന്താ പറ്റി മിത്ര, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇത് കണ്ടോ ചേച്ചി, എൻ്റെ ഷൂസുകൾ കണ്ടോ, രണ്ടും ആരോ മുറിച്ചു കളഞ്ഞു. എനിക്കറിയാം സുകന്യേച്ചി ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നോടുള്ള ദേഷ്യത്തിന് അവരിത് മനഃപൂർവ്വം ചെയ്തതാ. ഞാൻ എന്ന് രാവിലെ പോകുന്നത് അവർ കണ്ടെത്തിയെന്ന് എനിക്ക് അപ്പോഴേ തോന്നായിരുന്നു. ഇനി എന്നാണോ ഇതെല്ലാം അങ്കിളിനോട് പോയി പറഞ്ഞു കൊടുത്ത് ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സുകന്യയെ പറ്റി മിത്ര പറയട്ടോ. അപ്പം മീന് പറയും, സാരമില്ല, ഞങ്ങളുണ്ടല്ലോ, ഞാൻ നിനക്ക് പുതിയ ഷൂ മേടിച്ചു തരാം, വേണ്ട ചേച്ചി ഞാൻ മേടിച്ചോളാം എന്ന്. അപ്പം മിത്ര പറയും, എന്തായാലും അവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരിവിടെ ഓരോരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചേച്ചി എന്ന് പറയാം. എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയാം. ചേച്ചിക്ക് എങ്ങനെ ഇത്ര ക്ഷമ വന്നേ എന്ന്. അപ്പം മിത്ര മീനുവിനോട് ചോദിക്കും, പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്, നമ്മുടെ മാമൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ കൂടും കുടുക്കയെടുത്ത് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുക. നമ്മൾ കാരണം അവരിവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മാമൻ്റെ ജീവിതത്തെ അല്ലേ അത് ബാധിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മാമൻ്റെ ഒരു കല്യാണം നടന്നത്. ആ കല്യാണവും മുടങ്ങി പോകുന്നിടത്തു നിന്നാണ് സുകന്യ മാമൻ്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലേക്ക് കയറി വന്നേ. നമ്മളൊക്കെ കാരണം അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ മാമൻ്റെ ജീവിതം വീണ്ടും ഒന്നും അല്ലാതായി പോകില്ല എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ മിത്രയും പറയും, അത് നേരാ, ചെറിയച്ഛനൊരു പാവമാണ്, ചെറിയച്ഛന് ഇവരെ പോലെ സ്വഭാവമുള്ളൊരു പെണ്ണിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല മീനു ചേച്ചി. എനിക്ക് തോന്നുന്നില്ല ഇവരുമായിട്ടുള്ള ബന്ധം ഒരുപാട് കാലമൊന്നും മുന്നോട്ട് കൊണ്ടുപോക്കാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് ദുഷ്ടേ അവരുടെ മനസ്സ്. ഇപ്പം തന്നെ കണ്ടില്ലേ, എങ്ങനെ തോന്നി അവർക്ക് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ. ആരെയും ദ്രോഹിക്കാൻ ഒരു മടിയില്ലാത്തൊരു സ്ത്രീ
ചെയ്യുക അവർ? എന്ത് വിശ്വസിച്ച് നമ്മൾ ഇവിടെയൊക്കെ ഇനി താമസിക്കും എന്നൊക്കെ ചോദിക്കുക. എവിടെ വരെയും പോകുമെന്ന് നമുക്ക് നോക്കാം, തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവരൊരു പാഠം പഠിപ്പിക്കാമെന്ന് മീനു മിത്രയ്ക്ക് ഉറപ്പ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയാം, നീ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കണ്ട, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് പറയണം എന്ന് പറയാം. അപ്പം ഇതൊക്കെ കേട്ടുണ്ട് ദേവി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവിയോടും കാര്യം പറയും. അപ്പോൾ ദേവിക്ക് സങ്കടം വരും കേട്ടോ. സാരമില്ല മിത്രേ, നമ്മൾ എന്തായാലും ഇപ്പോൾ കണ്ണടച്ചിരിക്കാം, കാരണം മാമൻ്റെ ജീവിതം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവി മീനു പറഞ്ഞോളൂ തന്നെ പറയൂ കേട്ടോ. അപ്പം മിത്ര പറയും, നിങ്ങൾ രണ്ടുപേരെ പോലെ ഇത്ര ക്ഷമയൊന്നും എനിക്കില്ല, ഞാൻ എന്തായാലും അധിക കാലമൊന്നും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കുകയില്ല. അവർ ഈ കുടുംബത്തിൽ ഒരുപാട് ഭരണം നടത്തി ഇവിടെ ഉള്ളവരെ ദ്രോഹിക്കാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി അവരെ ഒതുക്കണം എന്ന് പറയാം. അപ്പോൾ ദേവി പറയും, അത് ഉറപ്പല്ലേ, മിത്ര പറയുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയുകയാണെ. അതേസമയം അന്ന് വൈകുന്നേരം ഓഫീസിൽ പോയിട്ട് വരുന്ന മീനു ഒരു ജോഡി ഷൂസ് മേടിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് അത് നമ്മുടെ മിത്രയ്ക്ക് കൊടുക്കും. അത് കാണുമ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. മീനേച്ചി ഇത് മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ മേടിച്ചേനല്ലോ എന്ന് ചോദിക്കുക. അതെന്താ എൻ്റെ അനിയത്തിക്ക് ഷൂസ് മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് എനിക്കൊന്നും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുക, എന്നിട്ട് നാളെ തൊട്ട് നല്ല കുട്ടിയായിട്ട് ഓടാൻ പോകുക എന്ന് പറയുകയാണേ. ഇതൊന്നും നീ ആരിനോട് പറഞ്ഞിട്ടില്ലല്ലോ? ഏയ് ഇല്ല. ഇതൊന്നും പറയാനും നിൽക്കണ്ട എന്ന് മീനു അപ്പം മിത്രയോട് പറയും കേട്ടോ. എന്തായാലും ദേവിയും കൂടി അപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേവി പറയും, മീനു ഷൂസ് മേടിച്ചത് നന്നായി, ഞാനും മേടിക്കണമെന്ന് കരുതിയതാ, അപ്പോഴാണല്ലോ നീ മേടിച്ചോണ്ട് വന്നേ എന്ന് ചോദിക്കുക. നമ്മളിൽ ആര് മേടിച്ചു കൊടുത്താലും കാര്യം നടന്നാൽ പോരെ ദേവിയെടുത്തി എന്ന് മീനാക്ഷി അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഉദയഭാനുവിനെ ഒന്ന് പിടിമുറുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ബാലൻ. മറ്റൊന്നുമല്ല, മറ്റേ കടയുടെ കാര്യം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബാലൻ വിളിക്കാൻ തുടങ്ങും കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, അതെ ഉദയഭാനു സാർ, നമ്മുടെ എൻജിനീയർ വിളിച്ചായിരുന്നു, അവർ പ്ലാനും എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ പുതിയ കടയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? ഉദയഭാനു സാർ എന്നോട് അന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കട പൊളിച്ച് കളയാതിരുന്നത്, ഇനിയിപ്പം പയ്യെ പൊളിച്ച് തുടങ്ങാലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഉദയഭാനു ഞെട്ടിത്തരിച്ച് നിൽക്കുക. അയ്യോ ബാല, ഇപ്പോഴേ കടയൊക്കെ പൊളിച്ച് കളയണോ? അല്ല, പ്ലാനൊക്കെ വരച്ച് കിട്ടിയല്ലോ, അല്ല ഇനിയും നമ്മൾ വൈകിപ്പിക്കേണ്ട കാര്യമുണ്ടോ? തുടക്കത്തിൽ തന്നെ ഒരു 10 ലക്ഷം രൂപ വേണ്ടി വരും, അതെനിക്ക് ഉദയഭാനു സാർ ഇന്നോ നാളെ തരുമെന്ന് എനിക്കറിയാം എന്ന് പറയാം. അതൊക്കെ എനിക്ക് നിസ്സാരമോ ബാല, എങ്കിലും കട ഉടനെ പൊളിച്ച് കളയണോ? നമുക്ക് പതിയെ പണിയൊക്കെ തുടങ്ങിയിട്ട് വേണ്ടേ പൊളിച്ച് കളഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുക. അല്ല, ഇവിടെ തന്നെ പണിയാനല്ലേ, അപ്പം കട പൊളിക്കാതെ എങ്ങനെയാണ് പുതിയ കട ഇവിടെ പണിയുന്നത് എന്ന് ചോദിക്കുകയാണ്. ബാലനെ ഞാൻ എന്തായാലും വിളിക്കാം, എനിക്കൊരു ഇൻ്റർനാഷണൽ കോൾ വരുന്നുണ്ട്, ഇത് ഞാനൊന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ നമ്മുടെ ഉദയഭാനു ഫോൺ കട്ടാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ശ്രീകല ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്തു പറ്റി ഉദയേട്ടാ, നിങ്ങളെന്താ ആകെ വേർതിരിക്കുന്നത്? എൻ്റെ ശ്രീകലയെ, മനസ്സമാധാനം എന്ന് പറയുന്ന ഒന്ന് എനിക്ക് ഈ ജീവിതത്തിൽ വിധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്താ കാര്യം? ബാലൻ സീരിയസ് ആയിട്ട് കട പൊളിക്കുന്ന പറ്റിയൊക്കെ പറയുന്നു. കട പൊളിക്കാനോ? ഗോമതി സ്റ്റോഴ്സ് ഇടിച്ചു നിരത്താനാ ബാലൻ്റെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് 10 ലക്ഷം രൂപയൊക്കെ ചോദിച്ചിരിക്കുന്നത് പുതിയ കട പണിയാൻ വേണ്ടിയിട്ടേ. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? മാന്യമായിട്ട് ഗോമതി സ്റ്റോഴ്സ് നടത്തിക്കൊണ്ട് പോയിരുന്ന ബാലനെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങൾ ഒറ്റ ഒരുത്തിനാ. എന്നിട്ടിപ്പം ഞാൻ അറിഞ്ഞോ ബാലൻ്റെ ഇതൊക്കെ എന്നോട് തരണമെന്ന് പറയുന്നു. ഞാൻ കരുതിയത് എല്ലാം ഇപ്പോഴത്തെയും പോലെ ബാലൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും നിരസിക്കുന്ന, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കട തുടങ്ങാമെന്നും പറഞ്ഞ് ബാലനെ എരിവ് കയറ്റി വിട്ടത്. ഇപ്പോഴല്ലേ മനസ്സിലായേ, കാശെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ സത്യവാനും വീണു പോകും. ഇപ്പം കണ്ടില്ലേ, ബാലനും വീണു. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. എനിക്കറിയില്ല, നിങ്ങളായിട്ട് ഓരോ ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കുക. ഒരു വിധത്തിലാണ് ദേവിമോളുടെ ജീവിതം തിരിച്ചു പിടിച്ച് നമ്മളൊന്ന് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴാ അടുത്ത പ്രശ്നം. ഇനിയും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിഞ്ഞാൽ അത് ദേവിയെ തന്നെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്. ദേവിക്ക് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, അവളിപ്പോൾ ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ആനന്ദ് അവളോട് ദേഷ്യം കാണിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം. അതൊക്കെ നമ്മുടെ വിശ്വാസം മാത്രമല്ലേ. ഇങ്ങനെ അവൻ്റെ അച്ഛനെ പറ്റിച്ച് നിങ്ങൾ ആ കടയൊക്കെ പൊളിച്ചു കളഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലാനും മടിക്കുകയല്ല അവൻ മാത്രമല്ല, ആര്യനും ആകാശും എല്ലാവരും കൂടി ഇങ്ങോട്ടൊരു വരവുണ്ടാവും എന്ന് പറയാം. ശ്രീകലെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യനെ പേടിപ്പിക്കാതെ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉദയഭാനു ഉറക്കമില്ലാതെ നടക്കുക. എങ്ങനെയെങ്കിലും ബാലനെ ഡീല് ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാനായിട്ട് നമ്മുടെ ഉദയഭാനു ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷെ ഒരു വഴി മുന്നിൽ തെളിയുന്നും ഇല്ല കേട്ടോ.
ഇതേസമയം ആകാശാണെങ്കിൽ അന്ന് കുടിച്ച് വന്ന് ബഹളമൊക്കെ വെച്ചല്ലോ. അതിനുശേഷം മീനു ആകാശമായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല ആകാശേ, നിന്റെ ജീവിതം തന്നെ നീ നശിപ്പിച്ച് കളയരുത്. എല്ലാവരെയും വെറുപ്പിച്ച് എൻ്റെ അച്ഛനെയും അമ്മേനെയും കൂടി ധിക്കരിച്ചാ ഞാൻ ഇറങ്ങി വന്നത് നിന്റെ കൂടെ. അത് നിന്നോടുള്ള ഒറ്റ ഒരാളുടെ വിശ്വാസമാണ്, നിന്നോട് എനിക്കുള്ള സ്നേഹമാണ്. അവർക്കൊക്കെ മുകളിൽ എനിക്ക് നിന്നോട് തോന്നിയ സ്നേഹത്തെ നീ വില കുറച്ച് കാണരുത്. എന്നെ നീ വീണ്ടും വീണ്ടും ചതിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആകാശം ഒന്നും മറുപടി ഇല്ലാതിരിക്കുക. ഇനി ഒരിക്കലും നീ കുടിക്കരുത് എന്ന് മീനു നിർബന്ധമായിട്ട് പറയാം. നീ ഇനിയും കുടിച്ച് ഈ വീട്ടിൽ കയറി വന്നാൽ നിന്നെ ഇവിടുന്ന് അച്ഛൻ ഇറക്കി വിടുന്നതിന് മുന്നേ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഈ മീനാക്ഷി ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ ആകാശം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല മീനു, എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ ഇനി കുടിച്ചിട്ട് നിന്റെ മുന്നിൽ വരില്ല. അതിനെയൊക്കെ സമാധാനത്തോടെ ഡീൽ ചെയ്യാൻ ഞാൻ നോക്കും എന്ന് പറയൂ കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഈ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ കേട്ടോ. സുകന്യ കുറേ പണികളൊക്കെ കൊടുക്കാൻ നോക്കും, പക്ഷെ അതൊക്കെ പാളിപ്പോകും. അതെല്ലാം തിരിച്ച് നമ്മുടെ സുകന്യക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെടും നമ്മുടെ മാമൻ കേട്ടോ. കാരണം മാമൻ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തന്നെ സുകന്യ ഡ്രസ്സും എടുത്ത് ദേവമംഗലത്തിൽ നിന്ന് പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ധർമ്മൻ ഒന്നും പറയാൻ പറ്റാതാവുകയാണ്. അങ്ങനെ നിസ്സഹായനായിട്ട് ആ പാവം ധർമ്മന് നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ